സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് കോളേജിൽ നിന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ സിദ്ധാർത്ഥ് മരിച്ചതിന്റെ പിറ്റേന്ന് മുഖം രക്ഷിക്കാൻ വേണ്ടി സിദ്ധാർത്ഥന്റെ പേരിൽ ഒരു കള്ളപ്പരാതി വരുന്നു. ആ കള്ളപ്പരാതിയിൽ ഈ സിദ്ധാർത്ഥിനെ കൊലപ്പെടുത്തിയ ആ കേസിലെ പ്രതിയായിട്ടുള്ള അഭിഷേക് എന്ന വിദ്യാർത്ഥിയാണ് ഒപ്പുവെച്ചേക്കുന്നത്. എന്താ മനസ്സിലാക്കേണ്ടത്? ഒളിവിലായിരുന്ന സിദ്ധാർത്ഥിനെ കൊലപ്പെടുത്തി എന്ന കേസിൽ ഒളിവിലായിരുന്ന അഭിഷേക് ആ പരാതിയിൽ ഒപ്പുവെക്കണമെന്നുണ്ടെങ്കിൽ, അതും കോളേജ് അധികാരികൾക്ക് കിട്ടിയിട്ടുള്ള പരാതിയിൽ ഒപ്പുവെക്കണമെന്നുണ്ടെങ്കിൽ കോളേജ് അധികാരികൾ അറിയാതെയാണോ അയാൾ ഒളിവിലിരിക്കുന്നത്? അപ്പോൾ ഈ മരണവും, അതായത് ഈ പീഡനവും, ഇതെല്ലാം അവർക്ക് അറിയാമായിരുന്നു. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒന്നുകിൽ സിദ്ധാർത്ഥ് SFIക്ക് എഗൈൻസ്റ്റ് ആയിട്ട് പോയി, അല്ലെങ്കിൽ SFIക്ക് ഒപ്പം നിന്നില്ല. നേരത്തെ നിർബന്ധിച്ച് കൊടി പിടിപ്പിച്ചതും മറ്റും സഹിക്കാൻ വയ്യാതെ നിഷേധിച്ചിട്ടുണ്ടാകും. അങ്ങനെ നിഷേധിച്ചപ്പോഴാണ് സിദ്ധാർത്ഥിനെ വകവരുത്താൻ അവർ തീരുമാനിച്ചത്, ഒരു ആൾക്കൂട്ട വിചാരണ നടത്തിയത്. എല്ലാവരും SFIക്കാരാണല്ലോ, അതുകൊണ്ട് തന്നെ ആൾക്കൂട്ട വിചാരണ എളുപ്പമാണ്. എന്നാൽ ഇതിൽ മനസാക്ഷിയുള്ള ചിലർ മാത്രമാണ് ഈ വിവരം പുറത്തുവിടുന്നത്. അവർ തന്നെ പേടിച്ചിട്ടാണ്, ഭയന്നിട്ടാണ്. അവരുടെ പേര് വിവരങ്ങൾ മറ്റോ പുറത്തു വന്നു പോയാൽ നാളെ ഈ അവസ്ഥ അവർക്ക് വരുമെന്നവർ ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് അത്തരക്കാർ പുറത്ത് വിവരം പറയാത്തത്. ഈ ഒരു ധൈര്യം തന്നെയാണ് കോളേജ് അധികാരികൾ, അധ്യാപകർ, അല്ലെങ്കിൽ ഡീൻ അടക്കമുള്ള VC അടക്കമുള്ള മറ്റുള്ളവർ ഇത് മറച്ചു വെക്കാനും കാരണം. ഇതൊരു കാലത്തും പുറത്തു വരാൻ പോകുന്നില്ല എന്നവർ കരുതി. നോക്കൂ, അഭിഷേക് എന്ന പ്രതി, സിദ്ധാർത്ഥിനെ കൊന്ന കേസിലെ പ്രതി, ഒളിവിൽ ഇരുന്നു കൊണ്ട് ഈ അപേക്ഷയിൽ, ആ പരാതിയിൽ ഒപ്പുവെക്കണമെന്നുണ്ടെങ്കിൽ കോളേജ് അധികാരികൾ അറിയാതെ സാധിക്കും. ഗവർണർക്ക് ഇത് നേരത്തെ തന്നെ മനസ്സിലായതാണ്. അതുകൊണ്ടാണ് ഗവർണർ SFIക്കെതിരെ വളരെ ശക്തമായ നടപടികൾ എടുത്തുകൊണ്ടിരുന്നത്. ഇതുവരെ ഗവർണർമാർ എന്ത് പ്രതിഷേധം വന്നാലും എന്തൊക്കെ വന്നാലും പൊതുനിരത്തിൽ ഇറങ്ങുന്ന ഒരു ശീലമില്ല. ഇവിടെ SFI എന്ന ആ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമെന്ന് അവകാശപ്പെടുന്ന ഗുണ്ടാ പരിശീലന വിഭാഗം, ആ ഒരു വിഭാഗത്തിലെ പഠിതാക്കളായിട്ടുള്ള, പ്രാഥമിക പഠിതാക്കളായിട്ടുള്ള SFIയിലെ വിദ്യാർത്ഥികളെ തെരുവിലേക്ക് ഗവർണറെ ശല്യപ്പെടുത്താൻ, ഗവർണറെ യാത്ര തടയാൻ വേണ്ടി ഇറക്കുമ്പോൾ ഗവർണർക്ക് ഇത് മുൻകൂട്ടി അറിയാം, ഇത് ഒരു വലിയൊരു പാഠത്തിന്റെ ഒരു ബാലപാഠമാണ് എന്ന്. അതുകൊണ്ടാണ് അദ്ദേഹം SFIയെ ക്രിമിനൽസ് എന്ന് വിളിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ, അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം എത്ര ശരിയായിരുന്നു. ഈ SFI ക്രിമിനലുകൾ തന്നെയല്ലേ? ഇപ്പൊ ഇതേ ഒന്നിന്റെ ജീവൻ എടുത്തേക്കും. ഇവിടെ ചില പ്രതികൾ കീഴടങ്ങി, സർക്കാരിന് മുഖം രക്ഷിക്കാൻ വേണ്ടി കീഴടങ്ങിയതാണ്, അല്ലാതെ അവർ പിടിച്ചതൊന്നുമല്ല. വേറെ കുറച്ച് ആൾക്കാരെ പിടിച്ചു, അവരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി ഇവിടെ ഗവൺമെന്റ് തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് CPM നേതാവിനെ ഇറക്കി വിട്ടു എന്നുള്ള വാർത്ത ഈ ദിവസം വരുന്നുണ്ട്. എന്താ ഇവിടെ സർക്കാർ ചെയ്തത്? ഈ കഴിഞ്ഞ ഇത്രയും ദിവസമായി സിദ്ധാർത്ഥ് മരണപ്പെട്ടിട്ട് ഇത്രയും ദിവസമായി. എന്താണ് ഇവിടെ സർക്കാർ ചെയ്തത്? ആരാണ് കേസ് അന്വേഷിക്കുന്നത്? എന്തൊക്കെ പുറത്തു വന്നു? അതന്വേഷിച്ചാൽ മാത്രം മതിയല്ലോ. ഇവിടെ കുറ്റക്കാരാണ് സംരക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഈ കേസ് ജുഡീഷ്യൽ അന്വേഷണത്തിലേക്ക് പോകണം. എല്ലാവരും കുരുങ്ങണം. ഇതിൽ ആരൊക്കെയാണോ കുറ്റം ചെയ്തിട്ടുള്ളത് അവരെല്ലാവരും കൊടുക്കണം. അതിൽ മന്ത്രിമാർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരടക്കം. ഏതായാലും ഗവർണറുടെ നീക്കം ഒരു കിടിലൻ നീക്കം തന്നെയാണ്. VCയെ തന്നെ സസ്പെൻഡ് ചെയ്തു. ഇനി ആരുടെയൊക്കെ തല ഉരുളുമെന്ന് നമുക്ക് നോക്കി തന്നെ കാണേണ്ടി വരും. ഏതായാലും സർക്കാരും പോലീസും അടഞ്ഞു കുടുങ്ങി. ഇനി അവരുടെ നാടകങ്ങളൊന്നും നടക്കില്ല എന്ന് ഇപ്പോൾ അവർ അറിഞ്ഞു തുടങ്ങി എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം.